ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ജാർ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു റെസിപ്പി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആദിത്യ രാജീവാണ്. അതുപോലെ തന്നെ ഈ ഒരു കേക്കിനകത്ത് നമ്മൾ സൂപ്പർ മോയിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചാനലിൽ തന്നെ ചോക്ലേറ്റ് കേക്ക് ബേസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഫില്ലിങ്സ് ഒക്കെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ നിങ്ങൾ സെയിൽ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റിന് സെയിൽ ചെയ്യാൻ കഴിയുന്ന നല്ലൊരു അടിപൊളി ജാർ കേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ബേസ് കേക്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ പ്രഷർ കുക്കറാണ് യൂസ് ചെയ്യുന്നത്. ഒരു 3 ലിറ്ററിൻ്റെ കുക്കറാണ്. താഴെഭാഗത്തും സൈഡിലൊക്കെ വെജിറ്റബിൾ ഓയിലാണ് ഗ്രീസ് ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയ പീസ് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി കേക്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിലോട്ടേക്ക് 1/2 കപ്പ് അളവിൽ ഞാനിപ്പോൾ പൊടിച്ച പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഞാൻ മധുരം ഇത്തിരി കുറവായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത്തിരി വാനില എസൻസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് അളവിൽ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മധുരം ഉപയോഗിക്കുന്ന സമയത്ത് 3/4 കപ്പ് വരെ ഉപയോഗിക്കാം. ഞാൻ മധുരം കുറച്ച് ചെയ്യുന്നത് കൊണ്ടാണ് 1/2 കപ്പ് മാത്രം ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതായത് ജസ്റ്റ് പഞ്ചസാരയായിട്ട് പാലൊക്കെ നല്ല രീതിയിൽ യോജിച്ച് വരുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കുന്നതിനായിട്ട് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് ഇതിലോട്ടേക്ക് 1 കപ്പ് ഫ്ലോർ മൈദയാണ് ചേർക്കുന്നത്. 1 കപ്പ് എന്ന് പറയുന്നത് 240 ml കപ്പാണ്. ഇനി ഇതിലോട്ടേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും ചേർക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പിഞ്ച് ഉപ്പ്. പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ്. ഞാനിപ്പോൾ ഡാർക്ക് കൊക്കോ പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏതായാലും കുഴപ്പമില്ല. നല്ലതുപോലെ അരിച്ചെടുത്തിട്ട് നമ്മുടെ ബാറ്ററിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരേ ഡയറക്ഷനിൽ വേണം നമ്മൾ എപ്പോഴും കേക്കിന് വേണ്ടിയിട്ട് ബാറ്റർ മിക്സ് ചെയ്യുമ്പോൾ ചെയ്തെടുക്കാൻ വേണ്ടി. അതുപോലെ ഓവർ മിക്സ് ഒരിക്കലും ചെയ്യരുത്. ഒന്ന് നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഇതിനകത്തോട്ടേക്ക് ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ 1/2 കപ്പ് പാൽ ആദ്യം ചേർത്ത് കൊടുത്തു, പിന്നീട് ഒരു 3 ടേബിൾ സ്പൂൺ കൂടി ചേർത്തു. നന്നായിട്ട് യോജിച്ചിട്ട് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ റെഡി ആയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഒത്തിരി സമയം ഇട്ടിട്ട് ഇളക്കി കൊടുക്കരുത്. ഇതിപ്പോൾ അതുപോലെ ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും വെക്കരുത്. അപ്പം തന്നെ നമ്മൾ റെഡിയാക്കി എടുക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച കുക്കറിനകത്തോട്ടേക്ക് ഞാനിപ്പോൾ മുഴുവൻ ബാറ്ററും ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തറയിൽ വെച്ച് തട്ടിയിട്ട് എയർ ബബിൾസ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് തട്ടിക്കളയുക. അതിനുശേഷം നമ്മുടെ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് ക്ലോസ് ചെയ്യുക. അപ്പോൾ വിസിലും അതുപോലെ തന്നെ വാഷറും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ചൂടാക്കി എടുത്തതിന് ശേഷം ഇപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണുള്ളത്. ഏറ്റവും ലോ ഫ്ലെയിമിലോട്ടേക്ക് മാറ്റിയിട്ട് പ്രഷർ കുക്കർ ഇതുപോലെ ഇറക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. ബേക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 25 മിനിറ്റ് തുടങ്ങി 30 മിനിറ്റ് വരെയാണ്. നിങ്ങൾ ഓവനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 170 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് ഞാനിപ്പോൾ റെഡിയാക്കി എടുത്തിട്ട് 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ ബേക്ക് ആയിട്ടുണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. സ്റ്റിക്ക് നല്ല ക്ലിയർ ആയി വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കണ്ടില്ലേ, ഇതുപോലെ ക്ലിയർ ആയി വന്നിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇത് കംപ്ലീറ്റ് ആയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ജാർ കേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നതിന് നമുക്ക് ഇതുപോലുള്ള ചെറിയ ഗ്ലാസിൻ്റെ പാത്രങ്ങളാണ് കേട്ടോ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് 35 രൂപ 40 രൂപക്കൊക്കെ ഇതുപോലെയുള്ള ബോട്ടിൽസ് വാങ്ങിക്കാനുണ്ടെന്നാണ് അറിഞ്ഞത്. അതുപോലെ ഇതിപ്പോൾ ഞാൻ ലാസ്റ്റ് നമ്മുടെ സ്റ്റാർബക്സ് കോഫി ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു കപ്പായിരുന്നു കേട്ടോ നമ്മൾ ജ്യൂസ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ജാറ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റൈലിനനുസരിച്ച് ഡിഫറെൻറ്റ് സ്റ്റൈലും ഡിഫറെൻറ്റ് സൈസിലൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പുറത്ത് സെയിൽ ചെയ്യുന്നതാണെങ്കിൽ ഇതുപോലെ റിബൺസ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ റെഡ് റിബൺ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്ലൂവും വൈറ്റും മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള റിബൺ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും നമ്മൾ പുറത്ത് സെയിൽ ചെയ്യുന്ന സമയത്ത്. ഇനി ഇപ്പോൾ ഞാൻ നമ്മുടെ ആ ഒരു കേക്ക് നല്ലതുപോലെ ചൂടാറി വന്നതിന് ശേഷം കുക്കറിനകത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പറൊക്കെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ചെറിയൊരു ബേസ് കേക്കാണ് ചെയ്തതെങ്കിൽ പോലും ഇത് നമുക്ക് ജസ്റ്റ് 3 ലെയറായിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് ഈ ഒരു ജാർ കേക്കിന് വേണ്ടി യൂസ് ചെയ്യാം. അതായത് നമുക്ക് ഈ ഒരു കേക്കിൽ നിന്ന് തന്നെ ഒരു 3 ബോട്ടിലെങ്കിലും ശരിക്കും ജാർ കേക്ക് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ശരിക്കും നമുക്ക് നല്ല രീതിയിൽ സെയിൽ ചെയ്യാനും നല്ലൊരു ഇൻകം കിട്ടാനൊക്കെയുള്ള ഒരു നല്ലൊരു വരുമാന മാർഗ്ഗമാണ് കേട്ടോ ജാർ കേക്ക് രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത് നമ്മളിനി കട്ട് ചെയ്യണം. ലെയേഴ്സായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പാത്രത്തിൻ്റെ ആ ജാറിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് നമ്മളിതുപോലെ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് നല്ല രീതിയിൽ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടും കഴിയും. ഒരു ബേസ് കേക്കിൽ നിന്ന് നമുക്ക് 3 എണ്ണം വരെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ടോട്ടൽ 3 ലെയേഴ്സായിട്ട് ചെയ്തിട്ട് ഇത്രയും പീസസ് കട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ബാക്കി വരുന്ന ഈ ഒരു പീസ് കണ്ടോ, ഇതും നമുക്ക് ഉപയോഗിക്കാം. ഇത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് ജാർ കേക്കിനകത്ത് ഇൻക്ലൂഡ്
ഇൻക്ലൂഡ് ചെയ്യാം. അതിപ്പോൾ ഞാൻ ചെയ്യുന്ന സമയത്ത് ഒന്ന് കാണിച്ചു തരാം. അതായത് നമുക്കൊന്നും തന്നെ ഒട്ടും വേസ്റ്റ് ആകാത്ത രീതിയിൽ വേണം നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിന് ശേഷം ഇതിലോട്ടേക്ക് ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമും അതുപോലെ ബട്ടറും കൂടിയുള്ള മിക്സ്ഡ് ആയിട്ടുള്ളൊരു ക്രീമാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഉപയോഗിക്കാം. അതല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമിനകത്തോട്ട് കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ടോ ക്രീം ചീസ് ആഡ് ചെയ്തിട്ടൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് കുറേ ഫില്ലിങ്സ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് അത്യാവശ്യം നല്ല റിച്ച് ആയിട്ട് ചെയ്യുന്ന ഒരു രീതിയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറേ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് കുറച്ച് പിസ്ത നന്നായിട്ട് ഇത് സാൾട്ടഡ് ആയിട്ടുള്ള പിസ്തയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. സാൾട്ടഡ് ആയിട്ടുള്ള പിസ്ത ചേർത്ത് കൊടുക്കുന്നത് പാക്കറ്റ് വാങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ കുറച്ച് ചെറി, നമ്മുടെ പാക്കറ്റ്സിൽ വാങ്ങിക്കുന്ന ചെറി, അതുപോലെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ചോക്ലേറ്റ് സോസ് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സും അല്ലാത്ത ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മളിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യത്തെ ലെയർ കേക്ക് ഇതുപോലെ നമുക്ക് ജാറിനകത്തോട്ടേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ ഷുഗർ സിറപ്പാണ്, നമ്മുടെ പഞ്ചസാരയും വെള്ളവും കൂടിയുള്ള മിക്സ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് കേക്ക് നന്നായിട്ട് കുതിർന്ന് വരുമ്പോഴാണ് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ടാകുക. അപ്പോൾ ഇതുപോലെ ബ്രഷ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നന്നായിട്ട് എല്ലാ സൈഡിലും വരുന്ന രീതിയിലൊന്ന് ലെവൽ ചെയ്ത്, അതായത് കണ്ടില്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ കേക്ക് ഐസിങ് ഒക്കെ ചെയ്യുന്നില്ല അതേ രീതി തന്നെ ഇതിലോട്ടേക്ക് ഞാനിപ്പോൾ പിസ്തയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ പിസ്ത തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, നമ്മുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം. കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ചെറീസ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓർഡർ കിട്ടുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഓരോ ഫ്ലേവർ ആയിരിക്കും ഓരോരോ ആൾക്കാർ ആവശ്യപ്പെടുന്നുണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ബേസ് കേക്ക് മാറ്റം വരുത്തിയിട്ട് പിന്നെ ഫില്ലിങ്സ് ഒക്കെ നമ്മുടെ ഐഡിയാസാണ്. അതുപോലെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ജാർ കേക്കൊക്കെ കൊടുക്കുന്നതെങ്കിൽ ഏറ്റവും നല്ലത് ഇതുപോലെ നട്ട്സ് ഫില്ലിങ്സ് ഒക്കെ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല റേറ്റിന് കൊടുക്കുകയും ചെയ്യാം, നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ഇതിൻ്റെ ടോപ്പിങ്സിലായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിഫ് പീക്സ് ആകുന്നത് വരെ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ജസ്റ്റ് ഒരു ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഇതിനകത്ത് ഒരു ലെയേഴ്സായിട്ട് കിട്ടുകയേ വേണ്ടൂ. അപ്പോൾ അടുത്ത ലെയർ കേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചോക്ലേറ്റ് സോസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ബട്ടർ സ്കോച്ചോ അതല്ലെങ്കിൽ സ്പോഞ്ച് കേക്കോ റെഡ് വെൽവെറ്റ് ഇതൊക്കെ ചെയ്തെടുക്കാം. പക്ഷേ അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ഓർഡർ കിട്ടുന്നതനുസരിച്ച് ഇപ്പോൾ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി റിച്ച് ആയിട്ട് വരുന്നിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ആ ബാക്കി വന്ന കേക്ക് പീസസ് ആണ് കേട്ടോ ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതായത് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. അതും നമുക്ക് ഇതുപോലെ ടോപ്പിങ്സിലായിട്ട് വെച്ച് കൊടുക്കാം. ഏറ്റവും ടോപ്പിലായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് സോസ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ടോപ്പ് പോർഷൻ എപ്പോഴും നമ്മൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്തെടുക്കാം, കാണാനുള്ള ഒരു ഭംഗിക്കോ. അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നില്ലേ, അപ്പോൾ കുറച്ച് ക്രീമും അതുപോലെ തന്നെ പിസ്ത പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുത്തു. ഇതൊക്കെ ചേർത്ത് ലാസ്റ്റ് ടോപ്പിങ്സ് ആയിട്ട് ഇതുപോലെ ചോക്ലേറ്റ് സോസ് ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തേത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മറ്റേത് കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആ 2 ജാറും ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അതായത് ഇത് നല്ലതുപോലെ തണുത്തിട്ട് നമ്മൾ സെർവ് ചെയ്യുമ്പോഴാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ മാക്സിമം നന്നായിട്ട് തണുപ്പിച്ചിട്ട് തന്നെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഇതിപ്പോൾ ഞാൻ രണ്ടും നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഫ്രിഡ്ജിനകത്ത് വെച്ച് നന്നായി തണുപ്പിച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ശരിക്കും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ കൂടെ ചോക്ലേറ്റ് സോസും നട്ട്സ് ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കൂ. ശരിക്കും അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. നമുക്ക് സാധാരണ അല്ലാത്ത കേക്ക്സിലും ഈ ഒരു ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. അതുപോലെ ബട്ടർ ക്രീം ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും കേക്കിന്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമുള്ളവർ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യണമെങ്കിൽ നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷ് കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.